എൻ്റെ പുറത്ത് ചവിട്ടി താളം പിടിച്ച് ഇളനീർ കുഴിച്ചു. റൂമിൻ്റെ അറ്റത്ത് പോയിട്ട് അയാൾ ആ തൊണ്ട് എൻ്റെ ശരീരം, ഞാൻ ഒരു മൂലയ്ക്ക് ചുമരിന് അഭിമുഖമായിട്ട് ഇരുത്തിയിരിക്കുക, എൻ്റെ പുറത്തേക്ക് എറിഞ്ഞു ഈ തൊണ്ട്. ആ തൊണ്ട് എൻ്റെ പുറത്ത് വീണതിന് ശേഷം എനിക്ക് ബോധക്ഷയുണ്ടായി കുറച്ച് സമയം. അവിടെ ഈ തൊണ്ട് കൊണ്ട ഭാഗത്ത് ഇപ്പോഴും നീർക്കെട്ട് വരാറുണ്ട്. അത് പിന്നെ പല ചികിത്സയും, ഇത് മാത്രമല്ല വേറെ തല്ലുമുണ്ടല്ലോ, അതുകൊണ്ട് ചികിത്സയൊക്കെ നടത്തി അങ്ങനെ അങ്ങ് പോവുകയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപാട് അവശതകൾ, ശാരീരിക അവശതകളുണ്ട്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് ഞങ്ങളെല്ലാം മുമ്പോട്ട് പോയി. ഞങ്ങൾക്കൊക്കെ ജീവൻ രക്ഷപ്പെട്ടിരുന്നു. ജീവൻ നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ടല്ലോ. രാജൻ ജീവിച്ചിരിക്കുന്നില്ലല്ലോ, രാജനെ കൊന്നതല്ലേ അക്കാൻ ക്യാമ്പിൽ. അങ്ങനെ കൊല്ലാൻ ഒരു ഭരണ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ചെറിയ പ്രശ്നമല്ല. ഈ അമിതാധികാര വാഴ്ചയുടെ ഭാഗമാണത്. ഇവിടെ നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. ഇപ്പം രാജനെ അവിടെ ആക്രമിച്ചു കൊന്ന്, രാജനാണ് മരിച്ചതെന്നുള്ള ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെല്ലാവരും ക്യാമ്പിനകത്തുണ്ട്. പക്ഷെ എന്തോ സംഭവിച്ചതെന്നറിയാം. ആരോ ഒരാൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളത് ആരാണെന്ന് മനസ്സിലായില്ല ആ സമയത്ത്. പിന്നീടാണ് ആ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി രാജനാണ് മരിച്ചതെന്നുള്ളത്.